നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് താൽക്കാലിക ആശ്വാസം. കനത്ത രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അടുത്ത വെള്ളിയാഴ്ച വരെ വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കില്ല. കൊച്ചിയിൽ ചേർന്ന ഇഡിയുടെ ഉന്നതതല യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. ഇഡി അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറയാനിരിക്കെ തിടുക്കപ്പെട്ട് സമൻസ് അയച്ച് നിയമക്കുരുക്ക് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ഇഡിയുടെ തന്ത്രപരമായ നീക്കം. ഹർജിയിൽ അന്തിമ വിധി പറയുന്ന വെള്ളിയാഴ്ച വരെ കേട്ടുകേൾവിയില്ലാത്ത കടുത്ത നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ കടക്കരുതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോടതി നൽകിയ ഈ താൽക്കാലിക ആനുകൂല്യം ഹർജിക്കാരായ CMRL കമ്പനിക്ക് മാത്രമായിരുന്നു ബാധകം. കേസിലെ പ്രധാന പ്രതിയായ വീണ വിജയൻ ഈ അപ്പീലിൽ കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ സമൻസ് അയക്കുന്നതിന് ഇഡിക്ക് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് തന്നെ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് അയച്ചേക്കുമെന്ന് ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം. എക്സാലോജി കമ്പനിയുടെ പേരിൽ യാതൊരുവിധ സേവനങ്ങളും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റിയെന്നാണ് വീണ വിജയനെതിരെയുള്ള പ്രധാന കേസ്. വിഷയത്തിൽ CMRL ഉദ്യോഗസ്ഥരെയും എക്സാലോജിക്കിലെ മുൻ ജീവനക്കാരെയും ഇഡി നേരത്തെ തന്നെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ദീർഘനേരം ചോദ്യം ചെയ്ത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായ വിധി തന്നെ ഉണ്ടാകുമെന്ന ഉറച്ച വിലയിരുത്തലാണ് ഇഡി അധികൃതർ. ഹൈക്കോടതിയിൽ നിന്നും അന്വേഷണത്തിന് പച്ചക്കൊടി ലഭിക്കുന്ന ആ നിമിഷം തന്നെ വീണ വിജയന് കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ചുകൊണ്ടുള്ള ഒഫീഷ്യൽ സമൻസ് കൈമാറാനാണ് ഇഡിയുടെ നീക്കം. വിധി അനുകൂലമായാൽ വീണയ്ക്ക് രക്ഷപ്പെടാൻ പിന്നെ ഒരു വഴിയും ഉണ്ടാകില്ല. കഴിഞ്ഞ ആഴ്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ റെയ്ഡ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിരുന്നു. സഭയിൽ UDF സർക്കാർ ഈ വിഷയം ആയുധമാക്കുമ്പോൾ പ്രതിരോധിക്കാൻ പ്രതിപക്ഷവും രംഗത്തുണ്ട്. നിയമസഭാ സമ്മേളനം കനത്തു നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ ഇഡിയുടെ ഓരോ നീക്കങ്ങളും അതീവ കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത്. അതിനിടെ CMRL നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തായുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ടി വീണ കൈമാറിയെന്നതിന് തെളിവായി എക്സാലോജി കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തുവന്നിരുന്നു. CMRL നിന്നും ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായി SFIOA റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാക്കുന്നു. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായി CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. കർത്തായുടെ കടം വീട്ടിയതിനു പുറമെ 2.33 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും കയ്യിലുമെത്തി. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലായി. പിന്നാലെ അടച്ചുപൂട്ടി. CMRL നിന്ന് ലഭിച്ച 2.33 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ എവിടെ പോയി എന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്.